ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കുന്നത് പഴവും അതുപോലെ തന്നെ ഈത്തപ്പഴമൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. അപ്പോൾ ഇതാ ഞാനിവിടെ 3 പഴം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ പഴം ആയതുകൊണ്ടാണ് കേട്ടോ 3 എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വലിയ പഴമാണെന്നുണ്ടെങ്കിൽ 2 എടുത്താൽ മതിയാകും. ഇതിന് നമുക്കൊരു 3-4 ഗ്ലാസ്സിന് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ പഴമൊക്കെ തൊലി കളഞ്ഞ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കൊരു 4 ഈത്തപ്പഴം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഈത്തപ്പഴം നല്ല ജ്യൂസി ആയിട്ടുള്ള ഈത്തപ്പഴം വേണം കേട്ടോ എടുക്കാൻ. നല്ല കട്ടിയായിട്ടുള്ള ഈത്തപ്പഴം എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അടിഞ്ഞ് കിട്ടൂല. അഥവാ നിങ്ങളുടെ കയ്യിൽ കട്ടിയുള്ള ഈത്തപ്പഴമാണെന്നുണ്ടെങ്കിൽ അത് ഒരു അരമണിക്കൂറെങ്കിലും വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഫ്രീസാക്കി എടുത്തിട്ടുള്ള പാലാണ്. പാലൊരു 1/2 ലിറ്ററോളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ ഇതിലേക്ക് നന്നായി തണുത്ത വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ തണുത്ത വെള്ളം വേണ്ട, ഇത് നല്ല കട്ടിക്കാണ് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കാതെ ഇങ്ങനെ അടിച്ചെടുക്കാം. ഞാനിപ്പോൾ കുറച്ചൊരു ലൂസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അത്രയും കട്ടിയിൽ നമുക്ക് കുടിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ലൂസാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കട്ടിയുള്ളതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ അതാ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് അരിച്ച് വയ്ക്കൊന്നും വേണ്ട കേട്ടോ, നമുക്ക് ഡയറക്റ്റ് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പഴവും ഈത്തപ്പഴമൊക്കെ വെച്ചിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വേഫറിൻ്റെ റോള് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡെക്കറേഷനൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളി ഷേക്ക് ഇവിടെ കുടിക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.